അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് കുറെ ദിവസമായി നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഇപ്പൊ തൃക്കാക്കരയാണെന്നുണ്ടെങ്കിലും പാലക്കാടാണെങ്കിലും അതൊക്കെ നോക്കി അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട്, KPCC പ്രസിഡന്റ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട്, KPCCന്റെ പുതിയ ടീം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട്, ഐക്യ ജനാധിപത്യത്തിലൂടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ബൂത്ത് കൺവെൻഷനുകൾ ചെയ്തു. അപ്പൊ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബൂത്ത് ചെയർമാൻമാരും കൺവീനർമാരും ഞാൻ നോക്കി 35 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. വൈകിച്ചു തുടങ്ങുന്നത് ഞാനൊരു 10-15 പേരെങ്കിലും ഇരിക്കുമായിരുന്നു. രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാത്തവരുടെ നമ്പർ എനിക്ക് തന്നു. ബഹുമാനിയായ സ്ഥാനാർത്ഥി വേദിയിലേക്ക് വരികയാണ്. എല്ലാവരും വന്നിരിക്കുകയാണ്. എല്ലാ ചെയർമാന്മാരും കൺവീനർമാരും വന്നിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ 30-ാം തീയതി നമുക്ക് 263 ബൂത്തിൽ കൺവെൻഷനാണ്. അതൊക്കെ ഒരു ചരിത്രപരമായ കാര്യമാണ്. ഒറ്റ ദിവസം ഒരു നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കൺവെൻഷൻ. 30-ാം തീയതി രാത്രി നടക്കാത്ത സ്ഥലത്ത് ഞാൻ ഉറപ്പായിട്ട് വിളിക്കുന്നറിയാം. രാത്രി വിളിക്കാൻ ഇതുപോലെ അവസരം തരുന്നില്ല. ഇപ്പൊ പുറത്തിറങ്ങിയാൽ ചെയർമാനും കൺവീനറും കൂടി ഒരുമിച്ച് സ്ഥലം തീരുമാനിച്ച് പ്രധാനപ്പെട്ട ആളുകളെ നാളെ കൊണ്ട് തന്നെ എല്ലാവരും അറിയിക്കണം. ഫോൺ വിളിച്ചും അല്ലാതെയും നോട്ടീസ് കൊടുത്തും. പ്രത്യേകിച്ച് ആളുകൾ ഡിവൈഡ് ചെയ്ത് ഒരു ഒന്നാമത് വലിയ ബൂത്തല്ലേ ഇപ്പോൾ 59 ബൂത്തുകൾ കൂടി പുതിയതായി ചേർന്നപ്പോൾ മറ്റത് ചില പ്രദേശങ്ങളിലൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ വേറെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബൂത്തുകൾ 1000-ൽ താഴെയായി ബൂത്തുകളുടെ എണ്ണം. ചെറിയ ബൂത്തായി. ബൂത്ത് കൺവെൻഷനൊക്കെ വിളിക്കണം നമ്മൾ തീരുമാനിച്ചാൽ ഇന്ന് രാത്രി തന്നെ എല്ലാവരും വിളിച്ചു തീർക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അത് ഒരു വിട്ടുവീഴ്ചയില്ല. മറ്റന്നാള് ബൂത്ത് കൺവെൻഷനുകൾ ചെയ്യുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇത്. കയറുന്നുണ്ട് മുഴുവൻ വീടുകൾ അത് നടക്കില്ല. തിങ്കളാഴ്ച നടക്കില്ല. തിങ്കളാഴ്ച എന്നുള്ളത് 2-ാം തീയതി അല്ലേ? അപ്പൊ അന്ന് കൺവെൻഷൻ നടക്കില്ല. ബൂത്തിന്റെ ഈ റിവ്യൂ മീറ്റിംഗ് നടക്കില്ല. പക്ഷെ വിവരങ്ങൾ മുഴുവൻ ചൊവ്വാഴ്ച ചെയ്യുന്ന മണ്ഡലം തലത്തിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ചൊവ്വാഴ്ച മണ്ഡലം റിവ്യൂ മീറ്റിംഗിൽ ചർച്ച ചെയ്യണം. ഇത് CPM